ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. കറിയൊക്കെ ഇല്ലാതെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതിനായിട്ട് ഞാനൊരു കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തടുത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഒരു 2 മീഡിയം സൈസിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതും തൊലി കളഞ്ഞ ശേഷം ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലൊരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നരച്ചിട്ടെടുക്കാം. ഇത് നല്ല പോലെ തന്നെ നരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ഇതിലൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടിട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ കുഴിയുള്ളൊരു പാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിന് പകരം ചീനച്ചട്ടിയോ എന്തായാലും മതിയിട്ടാ. അതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് മാവുണ്ടല്ലോ, അത് ഇതുപോലെ ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച ശേഷം ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇത് 5 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു ഭാഗം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റുള്ള അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ചട്ടിയിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിട്ടെടുക്കാം. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടമാവും. കറിയൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ.